ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് 7ാം മാസത്തെ സ്കാനിങ്ങും അതേപോലെ തന്നെ ചെക്കപ്പ് ഒക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുട്ടി വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോണത്. അപ്പൊ ഇന്ന് സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ നമ്മളോട് എന്തൊക്കെ പറഞ്ഞതെന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് നിന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ചായ കുടിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇന്ന് ചായക്ക് ഉണ്ടായിരുന്ന വെള്ളയപ്പം അതേപോലെ തന്നെ ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ 2 വെള്ളയപ്പം കറിയൊക്കെ എടുത്തിട്ട് കഴിച്ചു. 10 മണിക്ക് നമുക്ക് നേരിട്ട് ഇവിടുന്ന് കുന്നംകുളത്തേക്ക് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം നമ്മുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് കാലത്ത് 2 ഗുളിക കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ചു കേട്ടോ. സ്കാനിങ്ങിനായിട്ട് എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 11 മണി ആ ഒരു നേരത്തിനാണ്. അപ്പോൾ 10 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ കറക്റ്റായിട്ട് 11 മണിയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഫയലൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ അതിൽ നമ്മുടെ സ്കാനിങ്ങിനായിട്ട് എഴുതിയിട്ടുള്ള പേപ്പറൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അതേ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ നേരം 10 മണി ആയിട്ടുള്ളെങ്കിലും ഭയങ്കര വെയിലാണ് കേട്ടോ, നല്ല ചൂടുമാണ്. അപ്പോൾ കുട ഇല്ലാതെ ഒന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റണില്ല കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബസ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. ചാവക്കാട് ടു പൊന്നാനി റൂട്ടിൽ ഇതേപോലെ പാലത്തിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കൃത്യം 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളിതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുന്നംകുളത്തുള്ള ഈ ഒരു ദയ റോയൽ ഹോസ്പിറ്റലാണ് ഇന്ന് നമ്മൾ സ്കാനിങ്ങിനായിട്ട് പോകുന്നത്. അപ്പം സ്കാനിങ്ങിന് ചെല്ലുന്ന സമയത്ത് ഒരു 4-5 ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞപ്പോൾ അവരാദ്യം ടോക്കൺ എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 10ാം നമ്പർ ടോക്കണാണ് കേട്ടോ. ഈ ഒരു ഫോമിൽ നമ്മുടെ പേരും അതേപോലെ തന്നെ അഡ്രസ്സ് നമ്മൾ ഏത് ഡോക്ടറിനെ കാണിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 ഫോമിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്നതിന് ശേഷം ഒരു 12:30 ആകുമ്പോഴാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്കാനിങ്ങിനായിട്ട് കയറിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടും ഇതേപോലെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എൻ്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞത്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര തലവേദനയും അതേപോലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇതേപോലെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ 3 കോഫിയും അതേപോലെ തന്നെ 3 ചിക്കൻ സമൂസയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുന്നംകുളത്ത് അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര തലവേദന ആയതുകൊണ്ട് തന്നെ ആ ഒരു കോഫി കുടിച്ചപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒരു തലവേദനയ്ക്ക് കുറവൊക്കെ ഉണ്ടായിരുന്നു. ബസ്സിലിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ വെയിൽ കൊണ്ടിട്ട് അതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് തലവേദനയൊക്കെ വന്നത്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് പോയപ്പോൾ നമുക്കവർ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റെസീറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്ന വരെ നമുക്ക് നല്ല ടെൻഷനാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ബില്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എമൗണ്ടും ഏത് ഡോക്ടറാണ് ഈ ഒരു സ്കാനിങ് ചെയ്തത് എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ തിരികെ ആ ഒരു സ്കാനിങ് ചെയ്യുന്ന സ്ഥലത്തേക്കായിട്ട് തന്നെ പോയിട്ട് എന്നിട്ട് ആ ഒരു ബില്ലൊക്കെ കൊടുത്തു. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോഴത്തേനും നമുക്കിത് റിസൾട്ടൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1 മണി 1:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ മോൾക്ക് ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചോറാണ് കേട്ടോ ഞാനും അമ്മയും കൂടിയിട്ട് വാങ്ങിച്ചത്. അപ്പോൾ 2 എണ്ണേ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടി ഒന്നിലാണ് കേട്ടോ കഴിച്ചത്. സത്യം പറയാലോ ചോറ് ഒരു വകയ്ക്ക് കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കറികൾ ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ ആ ചോറ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും വാങ്ങുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സാമ്പാറും ഉപ്പേരിയും പിന്നെ അച്ചാറും പപ്പടം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേറെ 1-2 കടകളിലേക്ക് കയറാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കടയിലൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഡോക്ടറുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം തൊട്ടിട്ട് നമ്മൾ വേറെ ഡോക്ടറിനെയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നേരം ആകുമ്പോഴത്തേനും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ എത്തുമ്പോൾ 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് പേഷ്യൻസൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ആദ്യം തന്നെ കയറിയത് മെഡിക്കലിൻ്റെ റെപ്പുമാരുണ്ടല്ലോ അവരാണ്. അതിനുശേഷമാണ് കേട്ടോ പേഷ്യൻസിനൊക്കെ കയറ്റി തുടങ്ങിയത്. അപ്പം ഞങ്ങളുടെ നമ്പർ 3 ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഡോക്ടർ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ കയറാനായിട്ട് പറ്റി. അങ്ങനെ ഡോക്ടറിനൊക്കെ കാണിച്ചു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ മരുന്ന് കൊടുക്കുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മരുന്നൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളിനി പോരുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ളത് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്. അപ്പൊ ഈ ഒരു പേജിലായിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്.
പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തെ പേജിലായിട്ട് ഇതേപോലെ കുറച്ച് ചിത്രങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, കുട്ടി ശരിയായ പൊസിഷനിലൊക്കെ തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഉണ്ണിക്ക് കുറച്ച് വെയിറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വെയിറ്റ് കൂടാനായിട്ട് നമുക്കൊരു പൊടി തന്നിട്ടുണ്ട് കേട്ടോ. അത് ഒരു 10 ദിവസം കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കേട്ടോ കഴിക്കേണ്ടത്. ഇതേപോലത്തെ ചെറിയ ചെറിയ പാക്കറ്റിലായിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് പാലിൽ വേണം കലക്കി കുടിക്കാനായിട്ട്. എന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി ഡോക്ടറിനെ കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ടുള്ള റിസൾട്ടൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.